63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. 10 മത്സരങ്ങൾ ശേഷിക്കെ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 965 പോയിന്റുമായി തൃശൂരാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ഷഫീദ് റാവുത്തർ കലോത്സവ നഗരിയിൽ നിന്ന് ചേരുന്നു. ഷഫീദ്, ഇനി അവശേഷിക്കുന്ന 10 മത്സരങ്ങൾ മാത്രമാണ്. ഏതൊക്കെയാണ് ഇന്നത്തെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലെ നിർണായകമായ ഇനങ്ങൾ? ഗോകുൽ, അങ്ങനെ ഏതാണ്ട് 4 ദിവസമായി തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ തുടരുന്ന കലാമാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. വലിയ ആവേശത്തോടുകൂടി വിദ്യാർത്ഥികൾ കലോത്സവത്തെ സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സംഘാടന മികവിൽ സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനും ഇക്കുറി പലതരത്തിലുള്ള കൈയടികൾ കിട്ടുന്നുണ്ട്. കാരണം അപ്പീലുകളുടെ കാര്യത്തിൽ ഒരു പക്ഷേ വലിയ പരാതികളും ആക്ഷേപങ്ങളും വിവാദങ്ങളൊന്നും അധികം ഉയരാത്തൊരു കലോത്സവമായി തിരുവനന്തപുരത്ത് ഈ വർഷം നടത്തിയ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മാറി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മാത്രമല്ല, ഏതാണ്ട് 248ഓളം മത്സരങ്ങൾ അവശേഷിക്കുന്നത് വളരെ ചുരുക്കം ചില മത്സരങ്ങൾ മാത്രം. അപ്പോഴും ഈ പോയിന്റ് നില, ജില്ലാതല സ്കൂളുകളുടെ പോയിന്റ് നില സംബന്ധിച്ച വീണ്ടും ആകാംക്ഷ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ ഒന്നാമത്, കണ്ണൂർ അതേപോലെ തന്നെ രണ്ടാമത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ കണ്ണൂരിന് വലിയ ഒരു അപ്രമാദിത്വം നേടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കും സാധ്യതയുണ്ട്. അങ്ങനെ വലിയ ആവേശമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് പൊതുസമ്മേളനം നടക്കുക. പ്രമുഖരായ 2 സിനിമാ താരങ്ങൾ അതിഥികളായി എത്തുന്നു. ആസിഫ് അലിയും ടൊവിനോ തോമസും. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ നിൽക്കുന്നത് തൃശ്ശൂർ അവരുടെ ജില്ലാ ടീമാണ്. വലിയ ആവേശത്തോടുകൂടി കലോത്സവ വേദിയിലേക്ക് എത്തിയതാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ സജോ ദേവസ്യ, വളരെ പെട്ടെന്ന് ദിവസങ്ങൾ പോയി. ആദ്യം കുറച്ച് ഈ സംഘടനത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നിലവാരമുള്ള, ഏറ്റവും മികച്ച നിലവാരമുള്ള മത്സരം തന്നെയാണ് മിക്കവാറും നടന്നത്. മിമിക്രിയിൽ നമ്മൾ കുറേ കൂടി പ്രതീക്ഷിച്ചിരുന്നു, അതത്രയും ഉണ്ടായില്ല. പക്ഷേ നാടകവേദിയും മറ്റെല്ലാ മത്സരവേദികളും മികച്ച നിലവാരം പുലർത്തി. ആദ്യഘട്ടത്തിൽ കാണികളുടെ കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ ഈ 15,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന MD നിള സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദി നിറഞ്ഞു കവിയുന്ന കാഴ്ചയുണ്ടായി. അങ്ങനെ സംഘാടനത്തിൽ മെച്ചപ്പെട്ട സംഘാടനം തന്നെയാണ് ഉണ്ടായത്. മത്സരങ്ങളും മികച്ച, ഏതാനും ചില അപവാദങ്ങൾ മാറ്റി നിർത്തിയാൽ മികച്ച നിലവാരം പുലർത്തിയെന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ വർഷത്തെ പോലെ ആലത്തൂർ BSS തന്നെ സ്കൂൾ തന്നെയാണ്, ഗുരുകുലം സ്കൂൾ തന്നെയാണ് ഇത്തവണയും സ്കൂളുകളുടെ കാര്യത്തിൽ ഒന്നാമത്. അവരുടെ ഒരു ആവശ്യം എങ്ങനെയാണ്? അവർ ഗംഭീര ആവശ്യത്തിലാണ്. കാരണം തുടർച്ചയായി 12ാം തവണയാണല്ലോ BSS ആലത്തൂർ ടീം കപ്പിലേക്ക് പോകുന്നത്, അതായത് ഏറ്റവും മികച്ച സ്കൂളിലേക്ക്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം സ്ഥാനത്തെ ജില്ല, സ്വർണ്ണക്കപ്പ് ഏത് ജില്ല നേടുമെന്നുള്ളതിൽ 4 ജില്ലകൾ തമ്മിൽ ഏറ്റവും അവസാന നിമിഷം വരെ ആ സസ്പെൻസ് നിലനിൽക്കും. എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കാരണം നമുക്ക് പോയിന്റ് ടേബിൾ പരിശോധിച്ചാൽ തന്നെ തൃശ്ശൂരിന് നിലവിൽ ഒന്നാം സ്ഥാനത്താണ്, 965 പോയിന്റ് ഉണ്ടെങ്കിൽ വെറും 4 പോയിന്റ് മാത്രമാണ് രണ്ടാം സ്ഥാനത്തുള്ള കണ്ണൂരിനും പാലക്കാടിനും കുറവുള്ളത്. മാത്രമല്ല 4ാം സ്ഥാനത്ത്, അതായത് 3ാം സ്ഥാനത്തുള്ള കോഴിക്കോടിന്, അതായത് 4ാമത്തെ ജില്ല, 959 പോയിന്റാണ്. അതായത് 1ാം സ്ഥാനക്കാരനും ഈ 4ാം സ്ഥാനക്കാരനും തമ്മിലുള്ള വ്യത്യാസം 6 പോയിന്റാണ്. അതുകൊണ്ട് ഇത് എങ്ങോട്ട് വേണമെങ്കിലും എന്ത് സംഭവിക്കാം. പക്ഷേ BSS ഗുരുകുലത്തെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയില്ല. 50 പോയിന്റ് വ്യത്യാസം ഒരു സ്കൂളിന് 2ാം സ്ഥാനത്തുള്ള ടീമുമായിട്ടെന്ന് പറയുമ്പോൾ അതൊരു ജില്ലകൾ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ചെറിയ വ്യത്യാസം എന്ന് പറയാം. എങ്കിൽ പോലും പറയാൻ കഴിയില്ല. പക്ഷേ ഇത് എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കണം. അതാണ് പോയിന്റ് നില. മറ്റൊന്ന്, ഷഹദ് റഹ്മാൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷഹദ്, ഈ കോഴിക്കോട് പല കലോത്സവം കണ്ട ആളാണ്. ഇക്കുറി ഇങ്ങോട്ടേക്ക് എത്തുമ്പം അവസാന ദിവസമാണ്. സംഘടനത്തിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഏത് ജില്ലയായിരിക്കും കപ്പ് കൊണ്ടുപോകുക? നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും തൃശ്ശൂർ കപ്പ് കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം ഇനി അട്ടിമറിക്ക് സാധ്യതയില്ല. കോഴിക്കോട് ജില്ല, ഞാൻ അവർ അധ്യാപകരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ല ഹയറപ്പിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഹയറപ്പിൽ വന്നാൽ പോലും ഇന്നത്തെ വിധി അത് വളരെ നിർണായകമാണ്. ഇനി അതിലും അപ്പീൽ പോയി കഴിഞ്ഞാലും ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയെ മറികടക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം കോഴിക്കോടിൻ്റെ സ്ഥാനം ഇപ്പോൾ 4ാം സ്ഥാനമാണ്. അപ്പം അതിൽ നിന്ന് തിരിച്ചൊരു കപ്പ് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇത്തവണ തൃശ്ശൂർ കപ്പടിക്കും എന്ന് തന്നെയാണ് എനിക്ക്. നമ്മുടെ പിന്നിൽ നിൽക്കുന്നത് തൃശ്ശൂർ ടീമാണ്. വലിയ ആവേശത്തിലാണ്. ഹലോ, എന്താ നിങ്ങളുടെ ഒരു ആകാംക്ഷ എന്താ? തീർച്ചയായിട്ടും തൃശ്ശൂർ കൊണ്ടുപോകും കപ്പ്. സ്വർണ്ണക്കപ്പ് ഇപ്രാവശ്യം തൃശ്ശൂർ എടുക്കും. തൃശ്ശൂർ ടീമാണ് നമ്മളോടൊപ്പം ചേർന്നത്. അവരും വലിയ ആവേശത്തിലാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എന്താ പേരെന്താ? ദേവനന്ദൻ. എന്താ പെർഫോമൻസ്? എന്താ? ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, മലയാളം പദ്യജ്വൽ, സംസ്കൃതം ഗാനാലാപനം. ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് നടത്തി. ഒരു കാളവണ്ടിക്കാരൻ്റെ പാട്ട്. നടകാളേ ഇടം വലമാടി കുടമണി തുള്ളി നടോ നട, നമുക്കു മുന്നിലെ വഴിയും നീളുന്നു, നമുക്കൊരു പോലെ വയസ്സുമേറുന്നു, കടകടാ ചക്രം മുരണ്ടുരുണ്ടു പോം പഴയൊരീ വണ്ടി വലിച്ചു മുന്നോട്ടു നടകാളേ, അറുതിയറ്റൊരീ നടവഴിയിൽ നടിയുവോളവും. ഗംഭീരമായി, ഗംഭീര താരക്കട. നിങ്ങൾക്കൊരു ആവേശമില്ല തൃശ്ശൂരിന്? ഒരാവേശം പ്രകടിപ്പിച്ചു തൃശ്ശൂരിന്റെ
ഇതാണ് ഇതിന്റെ ആവേശം എന്ന് പറയുന്നത്. ഏതായാലും വൈകിട്ട് 5 മണി വരെ കാത്തിരിക്കാം. കപ്പ് ആർക്ക്, ഏത് ജില്ലയിലേക്ക് കപ്പ് പോകും, ആ കപ്പ് ഉയർത്തുന്നത് ആര്? ആവേശമായിരുന്നു കഴിഞ്ഞ 4 ദിവസം. 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഗോകുൽ.